ഹായ് എവരി വൺ. നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു സെന്റൻസ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ അതിന് ഈസി ആയിട്ട് ഓർത്തെടുക്കാനായിട്ടുള്ള ഒരു ഫോർമുലയൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇതില് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് കുറച്ച് ലെറ്റേഴ്സും കൂടെ ബാക്കിയുണ്ട്. അപ്പൊ ആ ലെറ്റേഴ്സ് നമുക്ക് നല്ലപോലെ ഒന്ന് നോക്കാം. അപ്പൊ അടുത്തത് വരുന്നത് ഓ ആണ്. അപ്പൊ നമ്മൾ ഇന്നലെ നോക്കാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ ഇന്നലെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നോക്കുക, SFVOMPT നോക്കുക. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. ഇതിൽ നമ്മൾ അപ് ടു വെർബ് വരെ ഇന്നലെ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഓ ആണ്. ഈ ഓ എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ഓർ മലയാളത്തിൽ നമുക്ക് ഇതിനെ കർമ്മം എന്ന് പറയാം. അപ്പൊ എന്താണ് ഒബ്ജക്റ്റ്? അതായത് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുവാണ്. അപ്പം അതിനെന്തുണ്ടാവും? ഒരു ഫലം ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആരാണ്? ദ തിങ്സ് ഓർ ദ പേഴ്സൺ റിസീവിംഗ് ആക്ഷൻ. അപ്പൊ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പോൾ അമ്മ എന്നെ അടിച്ചു. അപ്പൊ അമ്മ ഇവിടെ എന്താ ചെയ്യുന്നത്? അമ്മ കുട്ടിയെ അടിക്കുവാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇവിടെ അമ്മ എന്ന് പറയുന്നത് ആരാണ്? സബ്ജക്റ്റ് ആണ്. അമ്മ ആരെയാണ് അടിക്കുന്നത്? കുട്ടിയാണ് അടിക്കുന്നത്. അപ്പൊ അമ്മ ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അടിക്കുക എന്നതാണ് അല്ലെ? അടിക്കുക എന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് ആരാണ്? ആ കുട്ടിയാണ് അനുഭവിക്കുന്നത്. അപ്പൊ കുട്ടിയാണ് അവിടെ ആരായിട്ട് വരുന്നത്? ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഹി ഈറ്റ്സ് ആൻ ആപ്പിൾ. എന്താണ് അതിന്റെ മീനിങ്? അവൻ ആപ്പിൾ തിന്നുന്നു. ഹി ഈറ്റ്സ് ആൻ ആപ്പിൾ. ഇവിടെ നോക്കുക, ഹി എന്ന് പറയുന്നത് ആരാണ്? സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ആണ്. ഈറ്റ്സ് എന്താണ്? വെർബാണ്. ഇനി ആ അവൻ എന്താണ് തിന്നുന്നത്? അവൻ എന്തോ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അതെന്താണ്? ഈറ്റ് ആണല്ലേ? അവൻ ഈറ്റ് ചെയ്യുവാണ്. ആ ഈറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി അനുഭവിക്കുന്ന ആരാണ്? ആപ്പിൾ ആണ്. അപ്പൊ ഈ ആപ്പിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്ട്. സോ ആൻ ആപ്പിൾ ഈസ് ആൻ ഒബ്ജക്ട് ഇൻ ദി സെന്റൻസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ഷീ റീഡ്സ് എ ബുക്ക്. അവൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബുക്ക് വായിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നമ്മുടെ ഷീ ആരാണ്? സബ്ജക്റ്റ് ആണ്. ഇനി റീഡ്സ് എന്ന് പറയുമ്പോൾ വെർബ് ആയിരിക്കും. ഇനി എന്താണ് വായിക്കുന്ന? ഒരു ബുക്കാണ്. അപ്പൊ ഇതെന്താണ്? ബുക്ക് നമ്മുടെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ബുക്ക് ആയിരിക്കും ഈ സെന്റൻസിലെ ഒബ്ജക്റ്റ്. ഇങ്ങനെയാണ് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ വെർബ് വരും, പിന്നെ ഒബ്ജക്റ്റ് വരും. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് വരെ എത്തി അല്ലെ? ഇനി അടുത്തൊരു സെന്റൻസ് നോക്കിക്കേ. നോക്ക, ഇത് നിങ്ങൾ തന്നെ എഴുതണേ. അവൻ വാതിൽ തുറന്നു. അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തെടുത്തേ. എന്നിട്ട് നിങ്ങളൊന്ന് ആ ഒരു സെന്റൻസ് ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കിക്കേ. നമുക്ക് നോക്കാം ശരിയാവുമെന്ന്. അപ്പൊ ഇവിടെ അവൻ വാതിൽ തുറന്നു എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ആരാണ് വാതിൽ തുറക്കുന്നത്? അവനാണ് അല്ലെ? അപ്പൊ നോക്കി, ഇവൻ എന്താണ്? സബ്ജക്റ്റ് ആണ് അല്ലെ? അവൻ സബ്ജക്റ്റ് ആണ്. ഇനി അവൻ എന്ത് ചെയ്യുവാണ്? തുറക്കുകയാണ്. അപ്പൊ ഈ തുറക്കുക എന്നതിന് നമ്മൾക്ക് എന്താണ് ചെയ്യാ? ഇംഗ്ലീഷിൽ വേർഡ് എന്താണ്? ഓപ്പൺ അല്ലെ? ഓപ്പൺ. ഹി ഓപ്പൺ. എന്താ തുറന്നത്? വാതില്. അപ്പൊ ഇതാണ് എന്ത്? ഇത് വെർബാണ്. ഈ ഓപ്പൺഡ് എന്ന് പറയുന്നത് വെർബാണ്. ഇനി എന്താ തുറന്നത്? വാതിലാണ്. അതെന്താണ്? ഒബ്ജക്റ്റ് ആണ് അല്ലേ? വാതിൽ എന്താണ്? ഒബ്ജക്റ്റ്. വാതിലിന് എന്താ പറയാ? ഡോർ എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സെന്റൻസ് ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാവോ? അപ്പം അവൻ എന്ത് പറയാം? ഹി ഓപ്പൺഡ് ദ ഡോർ അല്ലേ? നമുക്ക് അങ്ങനെ എഴുതാൻ പാടില്ലേ? ഹി ഓപ്പൺ ദ ഡോർ എന്ന് വരും. അപ്പൊ മനസ്സിലായോ? അപ്പൊ ഇതില് നമ്മളുടെ ഒബ്ജക്റ്റ് ഏതാണ്? ഡോർ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ഇപ്പൊ ഇത്രയാണ് നമ്മളുടെ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്തിനെ കുറിച്ചാ പറയണ്ടേന്ന് നോക്കിക്കേ.
മാനർ ആണ് കേട്ടോ. നെക്സ്റ്റ് ഇക്വേഷനിലെ മാനർ, പ്ലേസ്, ടൈം, ഈ മൂന്ന് കാര്യം കൂടിയാണ് പറയാനുള്ളത്. അപ്പൊ മാനറിലേക്ക് കിടക്കാം. മാനർ എന്ന് പറഞ്ഞാൽ അത്ര ഡിഫിക്കൽട്ടി ഒന്നുമില്ല, വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്കറിയാം നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്, ആ പ്രവൃത്തി ചെയ്യുന്നത് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ആ പ്രവൃത്തി എങ്ങനെ നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മാനർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ദ മാനർ ടെൽസ് ഹൗ ദ ആക്ഷൻ ഈസ് ഡൺ. ഇറ്റ് ഡിസ്ക്രൈബ് ദ വേ സംതിങ്സ് ഹാപ്പൻ. യൂഷ്വലി യൂസിങ് അഡ്വേർബ്സ് ആണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഒരു മാനർ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്തു. ഇപ്പൊ പറയുവാണ് നമ്മള് അവൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ. അവൻ വളരെ വേഗത്തിൽ ഓടുന്നു. എങ്ങനെ അവൻ ഓടുന്നത്? അവൻ എന്തോ പ്രവൃത്തി ചെയ്യുന്നുണ്ട് അല്ലെ? അവൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഈ സബ്ജക്റ്റ് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അപ്പൊ വെർബ് എന്താണ് ഇവിടെ? അവൻ ഓടുന്നുണ്ട്. പക്ഷെ ആ ഓട്ടം എങ്ങനെയാണ് നടക്കുന്നത്? വേഗത്തിൽ. അതായത് വേഗത്തിൽ നമ്മൾ എങ്ങനെ എഴുതും? ഫാസ്റ്റ് അല്ലെ? അപ്പം അവൻ എങ്ങനെയാണ് ഓടുന്നത്? വേഗത്തിലാണ് ഓടുന്നത് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, VOMBT എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ഇതിൽ നോക്കിക്കേ, ഈ ഒബ്ജക്റ്റും വെർബും കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? മാനർ വരുന്നത് അല്ലെ? അപ്പൊ ഈ മാനർ ഒബ്ജക്റ്റിന് ശേഷം എഴുതുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ അവൻ ഓടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഹി, ആദ്യം എഴുതേണ്ടത് വെർബാണ്, പ്രസന്റ് ആയതുകൊണ്ട് റൺസ് എന്ന് കൊടുക്കുക. സിംഗുലർ ആണ്, അതുകൊണ്ട് റൺസ് വേണം. റൺ അല്ല, ഹി റൺസ്. എങ്ങനെ? ഫാസ്റ്റ്. അപ്പൊ ഈ ഫാസ്റ്റ് ആണ് ഇവിടെ മാനർ. അതായത് ആ വെർബ് അല്ലെങ്കിൽ ആ ക്രിയ എങ്ങനെ എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഫാസ്റ്റ് എന്ന വേർഡ് യൂസ് ചെയ്യും. അപ്പൊ ഈ ഫാസ്റ്റ് ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ക്രിയ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് ആ പ്രവൃത്തി എങ്ങനെ നടക്കുന്നു എന്ന് പറയാനാണ് വേണ്ടിയാണ് നമ്മൾ മാനർ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത് നോക്കിക്കേ, ഹി, അവൻ മൃദുവായി സംസാരിക്കുന്നു. അവൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്? മൃദുവായിട്ടാണ് അല്ലെ? അവൻ മൃദുവായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോ ഹി സ്പീക്സ് സോഫ്റ്റ്. അപ്പൊ സ്പീക്ക് കഴിഞ്ഞിട്ട് എന്ത് എഴുതാമുള്ളൂ? മാനർ എഴുതാമുള്ളൂ. അത് എപ്പോഴും ശ്രദ്ധിച്ചോളുക. അല്ലാതെ ഹി സോഫ്റ്റ്ലി സ്പീക്ക് എന്ന് പറയരുത്, അത് തെറ്റാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരു വ്യക്തമായ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ എപ്പോഴും ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വെർബ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് എഴുതത്തുള്ളൂ? മാനർ എഴുതത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് എഴുതാവോ? അവർ കഠിനമായി പ്രവർത്തിച്ചു. എങ്ങനെ നമുക്ക് ഇത് എഴുതാൻ പറ്റും? അവർ കഠിനമായി പ്രവർത്തിച്ചു. അപ്പൊ ഇവിടെ നോക്കി, ആരാ പ്രവർത്തിച്ചത്? അവരാണ്. അപ്പൊ സബ്ജക്റ്റ് ആദ്യം അങ്ങ് എഴുതിക്കോളാം. ഇതാണ് സബ്ജക്റ്റ്. ഇനി എങ്ങനെയാ പ്രവർത്തിച്ചേ? അപ്പൊ കഠിനമായിട്ടാണ്. അപ്പൊ അവരെന്താ ചെയ്തേ? ഒരു പ്രവൃത്തി ചെയ്തു അല്ലെ? ഇതാണ് വെർബ് ഇവിടത്തെ. ഇനി എങ്ങനെയാ ചെയ്തേ? കഠിനമായാണ് ചെയ്തത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ മാനർ. ഓക്കെ, സോ എന്ന് എഴുതാവോ? സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇക്വേഷൻ നോക്കുക. ഇതാണ് ഇക്വേഷൻ. ഇക്വേഷനിൽ സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. സബ്ജക്റ്റ് ഉണ്ടോ? സബ്ജക്റ്റ് ഉണ്ട്. ഇനി അടുത്ത വെർബ്. അതെ, സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. ഇപ്പൊ രണ്ടാമത് ഏത് വന്നം? വെർബ് വന്നം. പിന്നെ മാനർ ആണ്. ഇപ്പൊ മൂന്നാമതാണ് എന്ത് വരാവുള്ളൂ? മാനർ വരാവുള്ളൂ. മനസ്സിലായോ? അപ്പൊ എങ്ങനെ എഴുതും? അവർ ആണേ, സോറി, അവനല്ല, അവറാണ്. അപ്പൊ എങ്ങനെ എഴുതാം? ദേ പ്രവർത്തിച്ചു. എങ്ങനെയാ എഴുതാൻ പറ്റുക? വർക്ക്ഡ്. ഓക്കെ, വർക്ക്ഡ്. എങ്ങനെ? കഠിനമായി. അതിനെ എന്ത് പറയാം? ഹാർഡ്. ഓക്കെ, ഇപ്പൊ ദേ വർക്ക് ഹാർഡ്. ഈ സെന്റൻസ് വർഡ് വെർബാണ്, ദേ സബ്ജക്റ്റ് ആണ്. മനസ്സിലായോ? ഇനി നമുക്ക് പോകേണ്ടത് ലാസ്റ്റ് പോർഷൻ ആണ്, പ്ലേസും ടൈമും. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ അതിന്റെ പൊസിഷനിലാണ് വ്യത്യാസം വരിക. പ്ലേസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് എഴുതത്തുള്ളൂ? ടൈം എഴുതത്തുള്ളൂ. അതിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളുക. SFVOMPT ഇത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ഇതിൽ നോക്കിക്കേ, നമുക്ക് പ്ലേസ് എന്ന് പറയുന്നത് മാനർ കഴിഞ്ഞിട്ടാണ് വരുന്നത് അല്ലെ? പ്ലേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രവൃത്തി ചെയ്യുന്നു. പ്രവൃത്തി ചെയ്യുന്നതിന്റെ ആ ഏത് സ്ഥലത്ത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്ലേസ് യൂസ് ചെയ്യുന്നത്. ഹാപ്പൻ. അപ്പൊ ആ പ്രവൃത്തി എവിടെയാണ് നടന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് പ്ലേസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു സിനിമ
വീട്ടിൽ വെച്ച് കണ്ടു. ഇപ്പൊ നമ്മൾ എവിടെ വെച്ചിട്ടാണ് ആ ഒരു പ്രവൃത്തി ചെയ്തത്? വീട്ടിൽ വെച്ചിട്ടാണ് അല്ലെ? അപ്പൊ വീടാണ് അവിടുത്തെ പ്ലേസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നോക്കി. ദേ പ്ലേ ഫുട്ബോൾ ഇൻ ദ പാർക്ക്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ഫുട്ബോൾ കളിക്കുവാണ്. അപ്പൊ ഇവിടെ നോക്കുക, സബ്ജക്റ്റ് ആരാണ്? ദേ ആണ്. ഇനി അവരെന്താ ചെയ്യുന്നേ? ഫുട്ബോൾ കളിക്കുവാണ്. അപ്പൊ എന്താ ചെയ്യുന്നേ? കളിക്കുവാണ്. അപ്പൊ വെർബ് ഫുട്ബോൾ പ്ലേ ആണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് എന്താണ്? എന്താ കളിക്കുന്നേ? ഫുട്ബോൾ ആണ്. അപ്പൊ ഒബ്ജക്റ്റ് ഇതാണ്. ഇനി എവിടെയാ കളിക്കുന്നേ? പാർക്കിൽ. എല്ലായില്ലേ നോക്കിയ, സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, പ്ലേസ് ഉണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ഓർഡർ തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദേ പ്ലേ ഫുട്ബോൾ ഇൻ ദ പാർക്ക്. അപ്പൊ ഇവിടെ പാർക്കാണ് പ്ലേസ് ആയിട്ട് വരും. ഇനി നെക്സ്റ്റ് ഒരു സെന്റൻസ് നോക്കി. ഐ സ്റ്റഡി അറ്റ് ഹോം. എവിടെ ഞാൻ പഠിച്ചേ? ഐ സ്റ്റഡി അറ്റ് ഹോം. ഞാൻ വീട്ടിലിരുന്ന് പഠിക്കുവാണ്. ഞാൻ എവിടെ പഠിക്കുവാണ്? ഞാൻ വീട്ടില് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഈ എവിടെ ഇരുന്നോണ്ടാണ് പഠിക്കണേ? വീട്ടിലാണ്. അപ്പൊ ഈ വീട് എന്ന് പറയുന്നതാണ് എവിടെ? ഹോം ആണ് ഇവിടുത്തെ പ്ലേസ് ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് പ്ലേസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ടൈം. ടൈം എന്ന് പറയുമ്പോൾ ഏത് സമയത്താണ് ആ ആക്ഷൻസ് നടന്നത്? ഇപ്പൊ നമുക്ക് 6 മണിക്കോ 7 മണിക്കോ അല്ലെങ്കിൽ ഇന്നലെയോ മിനിഞ്ഞാന്നോ എന്നൊക്കെ പറയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ലാസ്റ്റ് മന്ത് ആയിരുന്നു എന്ന്, അതായത് ആ ആക്ഷൻ എപ്പോഴാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ, എവിടെയാണെന്ന് കാണിക്കാനാണ് നമ്മൾ പ്ലേസ് യൂസ് ചെയ്തതെങ്കിൽ ആ ആക്ഷൻ എപ്പോഴാണ് നടന്നത് എന്ന് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈം യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഐ വേക്കപ്പ് അറ്റ് 6 AM. എല്ലാരും 6 മണിക്ക് എണീക്കുന്നവരൊക്കെ ആണോ? നോക്കിക്കേ, 6 മണിക്ക്. ഞാൻ എപ്പോഴാ എണീക്കുന്നത്? സാധാരണ 6 മണിക്കാണ്. അപ്പൊ ഇവിടെ നോക്കാം, ഐ ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, വേക്ക് ഉണ്ട്. വെർബാണ്, ഞാൻ എണീക്കുന്നു. എപ്പോഴാണ്? 6 AM. അപ്പം എപ്പോഴാണ് എണീറ്റത്? ഇപ്പൊ ടൈം കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ അറ്റ് എന്ന പൊസിഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 6 മണിക്ക്. അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത്? ടൈം. ഓക്കെ, സോ ടൈം എപ്പോഴും ലാസ്റ്റ്. അപ്പൊ പ്ലേസും കഴിഞ്ഞിട്ടാണ് ടൈം വരിക. ഇനി ഷീ വിസിറ്റഡ് ഹെയർ ഫ്രണ്ട് യെസ്റ്റർഡേ. അവളെ ആര് വിസിറ്റ് ചെയ്തു? സബ്ജക്റ്റ് ഷീ ആണ്. വിസിറ്റഡ് വെർബാണ്. ആരെയാണ്? ഒബ്ജക്റ്റ് ഫ്രണ്ട് ആണ്. യെസ്റ്റർഡേ. അപ്പൊ ഇതാണ് ടൈം. ഓക്കെ, ടൈം, മന്ത്, വീക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ടൈം വെച്ചിട്ടാണ് മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ ആ ഓരോ വേർഡ്സും റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു സെന്റൻസ് സ്ട്രക്ചറിൽ. അപ്പൊ സെന്റൻസ് സ്ട്രക്ചറിൽ ആ ഇക്വേഷൻ നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സ്ട്രക്ചർ മനസ്സിലാക്കാവുന്നുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും ഇത് നല്ലപോലെ ബൈ ഹാർട്ട് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ നമ്മൾ എല്ലാവരും നല്ലപോലെ പഠിച്ചല്ലോ അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഞാൻ കുറച്ചൊരു 3 എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളൂ. ഈ 3 എക്സാമ്പിളില് നമുക്ക് ഇതെങ്ങനെ എഴുതാം, ഇതിലെ സബ്ജക്റ്റ് ഏതാണ്, വെർബ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണ് എന്നത് നല്ലപോലെ മനസ്സിലാക്കിയതിന് ശേഷം സെന്റൻസ് എന്ത് ചെയ്യുക? എഴുതുക. അപ്പൊ ഫസ്റ്റ് നോക്കാം. അവൻ സ്കൂളിലേക്ക് പോകും. ഇതെന്താണ്? ഒരു പ്രസന്റ് ടെൻസ് ആണ്. പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ആരാ സ്കൂളിലേക്ക് പോകുന്നത്? അവനാണ്. അപ്പം ഇവിടെ നോക്കിയേ, അവൻ സ്കൂളിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ആരായിരിക്കും? അവനായിരിക്കും അല്ലേ? സബ്ജക്റ്റ്. ഇനി എങ്ങോട്ടാ പോകുന്നത്? സ്കൂളിലേക്ക്. ഇനി ഇവിടെ വെർബ് അല്ലെങ്കിൽ ക്രിയ എന്ന് പറയുന്നത് എന്താണ്? പോവുകയാണ്. അപ്പൊ ഇതാണ് വെർബ്. ഓക്കെ, ഇനി എങ്ങോട്ടാ പോകുന്നത്? സ്കൂളിലേക്ക്. അപ്പൊ ഇതായിരിക്കും ഒബ്ജക്റ്റ്. അപ്പൊ നമുക്ക് ആദ്യം വരേണ്ടത് ആരാണ്? സബ്ജക്റ്റ്, വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. അപ്പൊ എങ്ങനെ എഴുതണം? ഹീ ഗോ ടു സ്കൂൾ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഹീ എന്ന് പറയുന്ന സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ പ്രസന്റ് ടെൻസിൽ ഹീ ഗോസ് എന്ന് പറയണം. ഹീ ഗോസ് ടു സ്കൂൾ. മനസ്സിലായോ? ഇതാണ് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഞങ്ങൾ ഇന്നലെ സിനിമ കണ്ടു. നോക്കിയേ, ആരാ സിനിമ കണ്ടത്? അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ഞങ്ങളാണ്. ഞാൻ ഷോർട്ട് ആയിട്ടാണ് എഴുതുന്നുള്ളൂ. കണ്ടു. വെർബ് ഇവിടെ ഉണ്ട്. വെർബ്